ഹായ് ഓൾ, വെൽക്കം ടു മീറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. അപ്പോൾ നമ്മൾ 10th പ്രിലിമിനറി എക്സാമിനൊക്കെ അടുത്ത് വരികയാണ്. നമുക്കറിയാം ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് അതിൻ്റെ ടൈം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് തൊട്ട് പുറകെ തന്നെ ഇതിൻ്റെ മെയിൻസ് എക്സാമും ഉണ്ടാവും അല്ലേ. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ് ഇതിൻ്റെ മെയിൻസിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് നല്ല രീതിയിൽ പ്രിപ്പറേഷനൊക്കെ ആരംഭിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടാവും, ചിലരെ സംബന്ധിച്ച് പഠിച്ച് തുടങ്ങിയിട്ടില്ലാത്ത ആളുകളുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ, അതായത് ഇതുവരെ പഠനം ആരംഭിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സഹായകരമായിട്ടുള്ള രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ ആരംഭിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഓർക്കുക, നമ്മൾ പഠിച്ചു തുടങ്ങുന്നതിനേക്കാൾ മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം സിലബസ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാലാണ് നമുക്കിതിൻ്റെ വെയിറ്റേജ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതനുസരിച്ച് നമ്മുടെ പഠനം നമുക്ക് ക്രമീകരിക്കാവുന്നതാണ് അല്ലേ. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ജി കെ പാർട്ടിൽ എത്രയാണ്, 60 മാർക്കാണ് ജി കെക്ക് വരുന്നത്. അതിൽ തന്നെ കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫി, അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി, അതൊക്കെയാണ് ഈ ഭാഗങ്ങളിൽ വരുന്നത്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട്, അതായത് ചിഹ്നങ്ങൾ, കമ്മീഷനുകൾ, അതുപോലെ പൗരൻ്റെ അവകാശങ്ങളും കടമകളൊക്കെ വരുന്നുണ്ട്. അതുപോലെ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ അല്ലേ, കേരള ജോഗ്രഫി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി, അതുപോലെ തന്നെ കേരള ഹിസ്റ്ററി, അതുപോലെ തന്നെ റെനൈസൻസും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും പോർഷൻസ് ആണ് ജി കെ പാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ എത്ര മാർക്കുണ്ട്? 60 മാർക്കാണ് അതിൻ്റെ വെയിറ്റേജ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. പിന്നെ വരുന്നത് ജനറൽ സയൻസ് ആണ്. നാച്ചുറൽ സയൻസിന് 10 മാർക്കാണ്. അതിൽ തന്നെ നാച്ചുറൽ സയൻസിൽ വരുന്നത് ബയോളജി പോർഷൻസ് ആണ് എന്ന് ഓർക്കുക കേട്ടോ. പിന്നെ വരുന്നത് ഫിസിക്കൽ സയൻസ്, അതിൽ കെമിസ്ട്രിയുടെയും അതുപോലെ തന്നെ ഫിസിക്സിൻ്റെയും പോർഷൻസ് ആണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 20 മാർക്കാണ് നമ്മുടെ സയൻസിന് വരുന്നത് കേട്ടോ. പിന്നെ വരുന്നത് സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി, അത് ലഘുഗണിതം 10 മാർക്ക്, അതുപോലെ തന്നെ മെൻ്റൽ എബിലിറ്റിക്ക് 10 മാർക്ക്. അങ്ങനെ 20 മാർക്കാണ് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഓർക്കേണ്ട കാര്യം SCERT ചാപ്റ്റർ കൃത്യമായിട്ട് ഉൾപ്പെടുത്തി തന്നെ പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ പറഞ്ഞ പോലെ സയൻസ് സബ്ജക്റ്റുകൾ പഠിക്കുമ്പോഴാണെങ്കിലും ഇന്ത്യൻ ജോഗ്രഫി, അതുപോലെ തന്നെ കേരള ജോഗ്രഫി, ഹിസ്റ്ററി പോർഷൻസ് ഒക്കെ പഠിക്കുമ്പോഴാണെങ്കിലും SCERT 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ SCERT പാഠഭാഗങ്ങൾ, ഈ ഓരോ ഭാഗങ്ങളും എവിടെയാണ് ഉൾപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് നമ്മൾ പഠനത്തിൽ ഉൾപ്പെടുത്തി പോകാം കേട്ടോ. കാരണം നമുക്കറിയാം SCERT വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പം നമ്മൾ ഓരോ സ്റ്റേജസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേജിൽ ജനറൽ നോളജ് ആണ് വരുന്നത്. 1 മുതൽ 40 ദിവസം വരെയാണ്. അതിൽ 1 മുതൽ 15 ദിവസം വരെ നമ്മൾ കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. അവിടെ നമ്മൾ നവോത്ഥാനം, നമുക്കറിയാം നവോത്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ലീഡേഴ്സ് ഉണ്ട്. അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അങ്ങനെ പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ കുറിച്ച് പഠിക്കുക. ഓരോ ദിവസം നമ്മൾ ഓരോ ലീഡേഴ്സിനെ കുറിച്ച് പഠിച്ചാൽ തന്നെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ. അതുപോലെ വിവിധ പദ്ധതികൾ, നദികൾ, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, അങ്ങനെ കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭൂമിശാസ്ത്രപരവും അതുപോലെ ചരിത്രപരവുമായിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ ആദ്യത്തെ 15 ദിവസം പഠിക്കേണ്ടത്. പിന്നെ 16 മുതൽ 30 ദിവസം വരെ നമ്മൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. അതിൽ തന്നെ ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ടിട്ടുള്ള പ്രധാന വെല്ലുവിളികൾ, ഭൂമിശാസ്ത്രം, വിവിധ നദികൾ, പർവ്വതങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. അതുപോലെ തന്നെ ഗതാഗത, വാർത്താവിനിമയ മാധ്യമങ്ങളെക്കുറിച്ചിട്ടൊക്കെ നമുക്കിവിടെ പഠിക്കാനുണ്ട്. നമുക്ക് അറിയില്ലാത്ത പ്രധാനപ്പെട്ട ടോപ്പിക്സുകൾ ഏതൊക്കെയാണോ ഈ ഭാഗങ്ങളിൽ വരുന്നത് അത് ഉൾപ്പെടുത്തി തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ വരുന്നത് 31 മുതൽ 40 ദിവസം വരെ, അതിൽ ഇന്ത്യൻ ഭരണഘടന, അതിൽ വരുന്നതാണ് മൗലിക അവകാശങ്ങൾ, ഭേദഗതികൾ, പ്രധാന വകുപ്പുകൾ, ചിഹ്നങ്ങൾ, കമ്മീഷനുകൾ, ഇതൊക്കെ ഈ ഏരിയയിലാണ് വരുന്നത്. അത് നമ്മൾ ഈ 31 മുതൽ 40 ദിവസം വരെ അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക കേട്ടോ. 31 മുതൽ 40 ദിവസം വരെ അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. പിന്നെ സ്റ്റേജ് 2, അതിൽ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ആണ് വരുന്നത്. അതിന് 41 മുതൽ 75 ദിവസം വരെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ടൈം മാറ്റി വെച്ചിരിക്കുന്നത്. 41 ദിവസം മുതൽ 60 ദിവസം വരെ അടിസ്ഥാന ഗണിതമാണ് പഠിക്കേണ്ടത്. അതിൽ നമുക്കറിയാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളുണ്ട്, അത് കൃത്യമായിട്ട് തിരിച്ചു കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ടോപ്പിക്സ് വെച്ചാണെങ്കിലും ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. നമ്പേഴ്സ്, LCM, ആവറേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അങ്ങനെ തുടങ്ങിയ വിവിധ ടോപ്പിക്കുകളുണ്ട്. ഇത് പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് അറിയില്ലാത്ത ടോപ്പിക്കുകൾ എന്ത് ചെയ്യാം, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക കേട്ടോ. കാരണം ചിലരെ സംബന്ധിച്ച് ചില ടോപ്പിക്കുകൾ നല്ല രീതിയിൽ അറിയായിരിക്കും, ചിലരെ സംബന്ധിച്ച് അറിയില്ലാത്ത ടോപ്പിക്കുകൾ ഉണ്ടാവും. അപ്പോൾ ആ അറിയില്ലാത്ത ടോപ്പിക്കുകളാണ് കൂടുതലായിട്ട് നമ്മളിവിടെ ഉൾപ്പെടുത്തേണ്ടത്. പിന്നെ 61 മുതൽ 75 ദിവസം വരെ മെൻ്റൽ എബിലിറ്റിയിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ പഠിക്കുക കേട്ടോ. അതിൽ നമുക്കറിയാം റാങ്കിങ്, ഏജ്, അങ്ങനെ തുടങ്ങി ശ്രേണികൾ, അങ്ങനെ വിവിധ ടോപ്പിക്കുകളുണ്ട്. നമ്മൾ നല്ല രീതിയിലൊന്ന് മനസ്സ് വെച്ചാൽ, നല്ല രീതിയിൽ നമ്മുടെ പ്രിപ്പറേഷനായിട്ടൊന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക,
പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഓരോ ഏരിയയിലും നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്ത് തന്നെ പരിശീലിക്കുക. നമുക്കറിയാം മാത്സ് നമ്മൾ നല്ല രീതിയിൽ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാലാണ് നമുക്ക് ആ ഏരിയ സ്ട്രോങ് ആക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് പരിശീലിക്കുക കേട്ടോ. പിന്നെ വരുന്നത് നാച്ചുറൽ സയൻസ് ആണ്. അത് സ്റ്റേജ് 3-ലാണ്. 76 മുതൽ 95 ദിവസം വരെ നമ്മൾ ആദ്യത്തെ 76 മുതൽ 85 ദിവസം വരെ ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സ്റ്റേജ് 3-ൽ പഠിക്കുന്നത്. അതിൽ മനുഷ്യ ശരീരം, രോഗങ്ങൾ, ജീവകങ്ങൾ, കൃഷി, പരിസ്ഥിതി പഠനം അങ്ങനെയുള്ള ഭാഗങ്ങളാണ് പഠിക്കേണ്ടത്. 76 മുതൽ 95 ദിവസം വരെ നമ്മൾ കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യുക, ബയോളജിയിൽ നമുക്ക് അറിയില്ലാത്ത ടോപ്പിക്കുകളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ചെയ്ത് പഠിച്ച് പരിശീലിക്കുക കേട്ടോ. ഇതിൽ SCERT ചാപ്റ്റേഴ്സ്, സയൻസിൻ്റെ SCERT ചാപ്റ്റേഴ്സ് ഉൾപ്പെടുത്തി തന്നെ പഠിക്കുക കേട്ടോ. പിന്നെ സ്റ്റേജ് 4 അതിൽ വരുന്നത് ഫിസിക്കൽ സയൻസ് ആണ്. അതിൽ 96 മുതൽ 115 ദിവസം വരെ, അതിൽ 96 മുതൽ 103 ദിവസം വരെ ഫിസിക്സിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ പഠിക്കുക. യൂണിറ്റുകൾ, പ്രകാശം, ശബ്ദം, താപം, ഊർജ്ജം അങ്ങനെ തുടങ്ങി വിവിധ ടോപ്പിക്കുകളുണ്ട്. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, അറിയില്ലാത്ത ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ ആദ്യം ഉൾപ്പെടുത്തി പഠിക്കേണ്ടത് എന്ന് ഓർക്കുക കേട്ടോ. പിന്നെ 104 മുതൽ 110 ദിവസം വരെ കെമിസ്ട്രിയിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ പഠിക്കുക. മൂലകങ്ങൾ, ലോഹങ്ങൾ, ആറ്റം, രാസപ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് പഠിക്കേണ്ടത് കേട്ടോ. പിന്നെ 5ാമത്തെ സ്റ്റേജിൽ നമ്മൾ കറണ്ട് അഫയേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അത് നമുക്കറിയാം 116 മുതൽ 130 ദിവസം വരെയാണ്. നമുക്കറിയാം ഈ അടുത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട അവാർഡുകൾ, ഈ അടുത്ത് അന്തരിച്ച പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, വേദികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ട ഏരിയയാണ്. അതായത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട സമകാലീന സംഭവങ്ങൾ കേട്ടോ. കായിക മേഖല, അതുപോലെ സാമ്പത്തിക മേഖല, സാമൂഹിക മേഖല, രാഷ്ട്രീയ മേഖല, അങ്ങനെ വിവിധ മേഖലകളിലെ സമകാലീന സംഭവങ്ങൾ തന്നെ പഠിച്ചു പോവുക. കൃത്യമായിട്ട് തന്നെ കറണ്ട് അഫയേഴ്സ് പഠിക്കുക കേട്ടോ. നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. സ്റ്റേജ് 6 എന്ന് പറയുന്നത് റിവിഷൻ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കേണ്ട സമയമാണ്. 131 മുതൽ 150 ദിവസം വരെയാണ് നമ്മൾ റിവിഷനും അതുപോലെ തന്നെ PYQസിനും മോക്ക് ടെസ്റ്റിനുമായിട്ടാണ് നമ്മൾ ഈ സമയം ഡിവൈഡ് ചെയ്യേണ്ടത്. മാക്സിമം മോക്ക് ടെസ്റ്റ് ചെയ്ത് തന്നെ നമ്മൾ പരിശീലിക്കുക. OMR ഷീറ്റിൻ്റെ മാതൃകയിൽ തന്നെ നമ്മൾ പരീക്ഷ എഴുതി പരിശീലിച്ച് പോവാം കേട്ടോ. നമുക്ക് ഈ OMR ഷീറ്റിൻ്റെ മാതൃകയിലുള്ള കുറേ പേപ്പർ കട്ടിങ്സൊക്കെ നമുക്ക് തൊഴിൽ വാർത്ത, തൊഴിൽ വീതി എന്നിവയിൽ നിന്നൊക്കെ കിട്ടും. അതൊക്കെ എടുത്ത് വെച്ച് തന്നെ എന്ത് ചെയ്യുക, ഒരു പരീക്ഷയുടെ മാതൃകയിൽ തന്നെ എഴുതി പരിശീലിക്കുക കേട്ടോ. നമ്മൾ എത്രമാത്രം എക്സാമുകൾ എഴുതുന്നോ അത് നമുക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അതുപോലെ മാക്സിമം റിവിഷൻ ചെയ്യുക. നമ്മൾ പഠിച്ചു വന്നിട്ടും നമുക്ക് സ്ട്രോങ് ആകാത്ത ഏതെങ്കിലും സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടെ ടൈം കൂടുതൽ നൽകി നമ്മൾ റിവൈസ് ചെയ്ത് പോവുക കേട്ടോ. അതുപോലെ മാക്സിമം PYQസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, SCERT ചാപ്റ്റേഴ്സിനും അതുപോലെ PYQസിനും മാക്സിമം റിവിഷനും നമ്മൾ ടൈം നീക്കി വയ്ക്കുക. അപ്പോൾ ഈ ടൈം ടേബിൾ എന്ന് പറയുന്നത് ഓരോരുത്തരെ സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന സമയം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും അല്ലേ. ചിലരെ സംബന്ധിച്ച് ജോലി ചെയ്യുന്നവരായിരിക്കും, ചിലർ വീട്ടമ്മമാരായിരിക്കും. അപ്പം നമുക്ക് എത്രമാത്രം ടൈം അവൈലബിൾ ആണോ, നമുക്ക് എത്ര സമയം നീക്കി വെക്കാൻ സാധിക്കുമോ അത് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ ഒരു ടൈം ടേബിൾ ക്രമീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മാതൃകയിലൊക്കെ തന്നെ ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് എത്ര മണിക്കൂർ കിട്ടും അതനുസരിച്ച് പഠിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഒരു ടൈം ടേബിളൊക്കെ തയ്യാറാക്കി തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷനൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. നമുക്കറിയാം വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് LGS, അതുപോലെ തന്നെ ബെക്കോ LDC തുടങ്ങിയ വിവിധ എക്സാമുകളൊക്കെ വിളിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രിലിമിനറി എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മുടെ മിൻറ്റിൽ ഇതിനെല്ലാമുള്ള കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് ക്ലാസ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്, ബുക്സ്, ടെസ്റ്റ് സീരീസ്, മെൻറ്റർഷിപ്പ് എല്ലാം അവൈലബിൾ ആയിരിക്കും. നമുക്ക് മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.